ഗെത്സമനി. കൂടെ നടന്നിട്ടും കൂട്ടിനിരുന്നിട്ടും കൂരിരുളിൽ ഞാൻ ഏകനാകുന്നു. ജീവിതത്തിൽ ഒരാവർത്തിയെങ്കിലും വായിച്ചു ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ഗെത്സമേൻ അനുഭവം. കാരണം നാമൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടിട്ടുള്ളത് വേദനയുടെയും ഏകാന്തതയുടെയുമായ ഈ ഗെത്സമേൻ അനുഭവത്തിലൂടെയായിരിക്കും. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഈ ഗെത്സമനി അനുഭവത്തിലൂടെ കടന്നു പോകുമെന്നത് ഉറപ്പാണ്. ചതിയുടെ, ഏകാന്തതയുടെ, സംഘർഷങ്ങളുടെ ഇടമാണ് ഗെത്സമനി. വിയർപ്പിനും കണ്ണുനീരിനും അവിടെ രക്തത്തിൻ്റെ ഗന്ധമാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമായ ചുംബനത്തിനാകട്ടെ ഒറ്റിക്കൊടുക്കുക എന്നർത്ഥവും. കരച്ചിലും അട്ടഹാസവും കീഴടക്കലും സൗഖ്യപ്പെടുത്തലുമെല്ലാം ഉണ്ടവിടെ. ചതിക്കപ്പെടുമ്പോഴും ഉപേക്ഷിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴുമെല്ലാം നാം ചെന്നെത്തുന്നത് നമ്മുടെ ഗെത്സമേൻ അനുഭവങ്ങളിലേക്കാണ്. ഗെത്സമനി എന്ന പദത്തിനർത്ഥം എണ്ണച്ചക്ക് എന്നാണ്. നമ്മിലെ നന്മകൾ പുറത്തു വരും വരെ, ജീവിത നിയോഗങ്ങൾ തിരിച്ചറിയും വരെ നാം അതിൽ വെച്ച് ചതച്ചരയ്ക്കപ്പെടും. സ്വന്തം ഇഷ്ടാനുഷ്ഠാനങ്ങളുടെ ബലിഭൂമിയായ ഗെത്സമനിയിലൂടെ ദൈവപുത്രനായ ക്രിസ്തുവും നമുക്ക് മുമ്പേ കടന്നുപോയി. ഭീകരമായ പീഡാനുഭവങ്ങളുടെ രാത്രിയായിരുന്നു യേശുവിന് അത്. യേശുവിൻ്റെ ഗെത്സമേൻ അനുഭവത്തിന് മുൻപും പിൻപും ഈ ലോകത്തിൽ അത്തരം അനുഭവങ്ങൾ നേരിട്ട ഒത്തിരി മനുഷ്യരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ തീഷ്ണതയോടെ, ചൈതന്യത്തോടെ, ദൈവകൃപയോടെ അതിൽ നിന്നും കരകയറിയ വേറൊരാൾ ഉണ്ടാവില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഗെത്സമനി അനുഭവങ്ങളും പ്രത്യാശയോടെ തരണം ചെയ്യാൻ ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.